ഹലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റീരിയോ ഐസോമറിസം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് എവരി വൺ ഓഫ് യു റിമെമ്പർ ദി തിങ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റീരിയോ ഐസോമർസ് എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്നിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനൊന്ന് ഇവിടെ റിവൈസ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഈ ചാപ്റ്ററിലേക്ക്, അതായത് സ്റ്റീരിയോ ഐസോമറിസത്തിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ ഈ ക്ലാസ്സോട് കൂടിയിട്ട്. ഓക്കെ, അപ്പോൾ സ്റ്റീരിയോ ഐസോമർസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് into conformational isomers and configurational isomers. Okay, conformational isomers and configurational isomers. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനൊരു ഈ സ്ലൈഡ് എൻഡ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അസൈൻമെന്റ് ഉണ്ട്. ഈ അസൈൻമെന്റ് തന്നെ ക്ലാസ് പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഓരോ കാര്യത്തിന്റെ ഡെഫിനിഷൻ മറ്റൊക്കെ എഴുതാനുണ്ടാകും. അപ്പോൾ ഓരോ ഡെഫിനിഷനും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, you will have to submit your assignment. Okay, again slight variations കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൽ നമ്മൾ സ്റ്റീരിയോ ഐസോമർസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് into optical isomers and geometrical isomers. Further classification, it is again but conformational isomerism is also coming here. Conformational isomerism നെ പറ്റിയിട്ട് കൂടുതൽ നമ്മൾ ഇപ്പം പറയുന്നില്ല. കൺഫർമേഷണൽ ഐസോമർസ് എന്താണെന്നതിനെ പറ്റിയിട്ടുള്ള ഈ ചാപ്റ്ററിന്റെ അവസാനത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഡെഫിനിഷൻ മാത്രം തരും. ബാക്കി മൊത്തം കൺഫിഗറേഷൻ ഐസോമർസിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ആണ് നടക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. Okay, configurational isomers are of two types: optical isomers and geometrical isomers. Configurational isomers. Then difference between conformational isomers and configurational isomers. Conformational isomers is a form of stereoisomers in which isomers can be interconverted into by just rotation about the single bond. അതായത് ഒരു സ്റ്റീരിയോ ഐസോമർസ് മറ്റേ സ്റ്റീരിയോ ഐസോമറിലേക്ക് മാറുന്നത് ബൈ റൊട്ടേഷൻ അബൌട്ട് ദി a single bond. Such isomers are called conformational isomers. Okay, so and its phenomenon is called conformational isomerism. അപ്പോൾ എന്താണെന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ചാപ്റ്ററിൽ അവസാനം പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് റിമെമ്പർ, it is by isomers interconverter. One isomer can be changed to another isomer by rotation about the single bond. Okay, now the configurational isomers are stereoisomers that cannot be converted into one another by just a rotation around a single bond. ഒരു single bond rotation, molecules in a single bond rotation, and you know that double bond restrict the rotation about the single bond, and also if there is a cyclic chain, there will be hindrance of the rotation about the single bond. അപ്പോൾ configurational isomers are stereoisomers that cannot be converted into one another by just a rotation about the single bond. നിങ്ങൾക്കറിയാം സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ്, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ, കൂടുതൽ ഡീറ്റെയിൽസ് ഇനി പറയാനുണ്ട്. സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിന്റെ അപ്പുറം ഇപ്പുറം ആയിട്ട് നിൽക്കുന്നതിന് സെയിം സൈഡിലാണെങ്കിൽ സിസും ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ട്രാൻസും ആണ് വരുന്നത്, അല്ലെ? നിങ്ങൾക്കറിയാലോ. ഓക്കെ, സോ നൗ we are discussing about the optical isomers in details. Configurational isomers, one category it is optical isomerism and another category is the geometrical isomerism. ഇത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കാര്യങ്ങളാണ്, but anyhow, any substance which rotate plane polarized light is said to be optically active.
ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് എന്ന് പറയുന്നത് ആ സബ്സ്റ്റൻസ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആ സബ്സ്റ്റൻസിന്റെ സൊല്യൂഷനിലൂടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്താൽ ഇഫ് ദി പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ is rotated in either direction, in the opposite right direction or left direction, depending on that we categorize the isomerism. Okay, I will discuss again. So source of light, when it is passed through monochromator, just like a prism or grating, monochromatic light is observed. When monochromatic light is passed through the Nicol prism or a Polaroid, get a plain polarized light. So this is a monochromatic light, single wavelength light. So so here you see these two, this is also discussed in the last class. These two, the green wave and this orange waves have same wavelength. Wavelength എന്ന് പറഞ്ഞാൽ എന്താണ്? Different between the two crust or trough or alternative node. ഈ നോഡും ഈ നോഡും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ എന്താ പറയുന്നത്? അപ്പം ഈ വേവിനും സെയിം എന്താണ്? സെയിം wavelength ആണ്. But they have different plane of polarization. So monochromatic light, this is also monochromatic, this is also monochromatic. This is monochromatic unpolarized light, this is monochromatic polarized light. So all waves are pointing in one direction are called plane polarized light. So this is also another beautiful view. When the monochromatic non-polarized light is passed through the Nicol prism, they arrange the plane of polarization in one direction, polarized wave. Okay, so non-polarized. So any substance is optically active in its non-superimposable in its mirror image. അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഒരു മോളിക്യൂൾസ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് എന്ന് പറയാണ്. മോളിക്യൂൾ is said to be optically active. It should be non-superimposable on its mirror image. എന്താണ് non-superimposable mirror image എന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാകും. Don't worry. Okay. A molecule or a substance is superimposable on its mirror image. It cannot rotate, plane polarized light, and hence optically inactive. Property of non-superimposability on mirror image is called chirality. Okay, this is chirality. അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ. സോ കുറച്ചും കൂടി ഡീറ്റെയിൽസിലേക്ക് പോവാണ്. കൈറാൽ ആൻഡ് അക്കൈറാൽ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മോളിക്യൂൾസ് പിന്നെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ അത് ഇറ്റ് ഷുഡ് ബി കൈറാൽ. അക്കൈറാൽ മോളിക്യൂൾസ് എന്തില്ല, ഒപ്റ്റിക്കലി. എന്താ ഈ കൈറാൽ എന്ന് പറഞ്ഞാൽ? അതാണ് നമ്മൾ അതിന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യു സീ ഹിയർ പിക്ചർ. അവർ ഹാൻഡ് ഈസ് എ കൈറാൽ ഒബ്ജക്റ്റ് because you cannot put both hand together and superimpose to each other. You see here, this is a one bottle, and you place another bottle just in front of that, so you will be like this. So this is means you cannot in the longer view you can say that they are same thing. Okay, they are not, they don't seem to be a same different. Okay, if you keep in a same direction you will feel like that. So that is, they are a chiral object. Our hand is a chiral object. So when you put the hand together in this way, one over the another, you will find many fingers. That is, they are not superimposable to me. They are this one hand and another hand are mirror images to each other. Okay, so that is one left hand is a mirror image എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിന്റെ മിററിൽ നോക്കുമ്പോൾ അതിന്റെ ഷേപ്പ് അത് തന്നെയാണ് മിറർ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, so again you can see the letters, ഇംഗ്ലീഷിലെ ലെറ്റേഴ്സിലെയും നമുക്ക് കൈറാലും അക്കൈറാലും ലെറ്റേഴ്സും. സോ ദാറ്റ് ഈസ് ഒരു ലെറ്റർ മിററിൽ നോക്കിയിട്ട് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ്?
കൈറാൽ ലെറ്റേഴ്സ് ആണ്. ഉദാഹരണത്തിന് എഫ് മിററിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുക. മനസ്സിലായ? മിററിൽ നിങ്ങൾ എഫ് എന്ന് എഴുതുക, എന്നിട്ട് പേപ്പറിൽ എഫ് എന്നിട്ട് മിററിൽ വെച്ച് മിററിലേക്ക് കാണിച്ചു നോക്കുക. അപ്പം എഫിന്റെ കോല ഇങ്ങനെ ഉണ്ടാകുക. അതേപോലെ തന്നെ പീന നമ്മളെ മിററിലേക്ക് കാണിച്ചാൽ ഇങ്ങനെ ഉണ്ടാകുക. അപ്പൊ ദേ ആർ കൈറാൽ. സോ കൈറാലാണ്. അപ്പോ പിന്നെ മീൻസ് they are non-superimposable mirror images. They have non-superimposable mirror images. Okay. Chiral letters. ഇനിയാന്ന് പറയുന്നത് അക്കൈറൽ ലെറ്റേഴ്സ്. So you write on your notebook and show in the mirror. You will find the same thing as that of written on your notebook. So that they are chiral. Similarly, M is a chiral. Okay, so this is because of this symmetry element present in this molecule, this letter. See here, it means symmetry. You can divide that into perfectly two. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് രണ്ടായിട്ട് മുറിക്കാൻ പറ്റും. അങ്ങനെയുള്ള ലെറ്റേഴ്സ് എല്ലാം എന്തായിരിക്കും? അക്കൈറാൽ ആയിരിക്കും. അപ്പോൾ അതിന് ചെറിയൊരു ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാം. A molecule to be optically active, it should be chiral. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അക്കൈറൽ molecules are optically inactive and do not rotate plane polarized light either in right or left direction. Okay, chiral molecule do not have any symmetry element. ഇവിടെ ഒരു D വിട്ടുപോയിട്ടുണ്ട്. Plane of symmetry, that is chiral molecules do not have any symmetry element. Plane of symmetry, axis of symmetry or center of symmetry. You just remember the things. Plane of symmetry can divide into two planes. Axis of symmetry, rotation. കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, but you just remember that things. അതായത് chiral molecules do not have any plane. So ഒരു എക്സാമ്പിൾ ആണ് ഇത്. chiral moleculesന്റെ ഒരു എക്സാമ്പിൾ ആണ് കാണിക്കുന്നത്. So an optically active molecule, this is you see here this molecules, for example say CCl IFBr. So അതാന്ന് വിചാരിച്ചോ, that molecules can have two different. അപ്പം ഒരു കാർബൺ ആറ്റത്തിൽ നാല് ആറ്റവും നമുക്ക് വേറൊരു തരത്തിൽ ഡിഫൈൻ ചെയ്യുന്നത്. കൈറാൽ കാർബൺ എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റത്തിന്റെ നാലാണെന്നുള്ളത്, 4 ബോണ്ടാന്നുള്ളത്. 4 ബോണ്ട് ചെയ്തിരിക്കുന്ന ആറ്റംസ് ആർ ഡിഫറെന്റ്. ഇഫ് ഓൾ ദി ആറ്റംസ് ഓഫ് ദി കാർബൺ ആർ ഡിഫറെന്റ്, they are called chiral. This carbon is called chiral carbon. മനസ്സിലായോ? Okay, so similarly that chiral carbon molecules, a chiral can have two structures, one this form and another this form. So we'll discuss in somewhat detail in the next class. So നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രത്തോളേ ഉള്ളൂ. പിന്നെ നിങ്ങൾ കൂടുതൽ ഒന്നുകൂടെ നന്നായിട്ട് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതേപോലെ ക്ലാസ് റൂമിൽ നിങ്ങൾക്കുള്ള ക്വിസുള്ള അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കുക ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ ഷോർട്ടായിട്ടുള്ള എക്സർസൈസ് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ ഡോണ്ട് ഫോർഗെറ്റ് ടു നോട്ട് ഡൗൺ യുവർ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. സോ ഒന്ന് വായിച്ച് നോക്കുക, അസൈൻമെൻറ്റ് എഴുതുക, സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.